ഹലോ ഗേസ്, പവർ ടു ലൈറ്റ് എന്ന ഞങ്ങളുടെ യൂട്യൂബ് ചാനലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. ഞങ്ങളുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരാണെങ്കിൽ ഈ വീഡിയോ കാണുന്നതിനോടൊപ്പം ഞങ്ങളുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് കൂടി ചെയ്ത് നിങ്ങളെല്ലാവരും സപ്പോർട്ട് ചെയ്യുക. ഞങ്ങളിപ്പോൾ നിൽക്കുന്ന തൃപ്പരപ്പിലാണ്. ഈ കാണുന്ന കവാടത്തിലൂടെയാണ് ആ തൃപ്പരപ്പ് വെള്ളച്ചാട്ടത്തിലേക്ക് പോകുന്നുള്ളത്. പാർക്ക് ചെയ്യാനുള്ള എല്ലാ സൗകര്യങ്ങളുമുണ്ട്. ഞങ്ങൾ എത്തിയിരിക്കുന്നത് ഈ തിരുവോണ ദിവസമാണ് എത്തിയത്. ധാരാളം തിരക്കുണ്ടായിരുന്നു. ഈ കവാടത്തിലൂടെയാണ് നടന്ന് അങ്ങോട്ട് പോകുന്നത്. തൃപ്പരപ്പ് എന്ന് പറയുമ്പോൾ വളരെ പ്രകൃതി ഭംഗി ആസ്വദിക്കാൻ കഴിയുന്ന ഒരിടം തന്നെയാണ് തൃപ്പരപ്പ് എന്ന് പറയുന്നത്. പച്ചപ്പും ഹരിത ഭംഗിയും നിറഞ്ഞ ആരുടെ മനം കവരുന്ന ഒരിടം തന്നെയാണ് തൃപ്പരപ്പ്. പശ്ചിമഘട്ടത്തോട് ചേർന്ന് നിൽക്കുന്ന പച്ചപ്പ് നിറഞ്ഞ ഒരിടം തന്നെയാണ് തൃപ്പരപ്പ്. ധാരാളം വിനോദസഞ്ചാരികൾ എത്തിച്ചേരുന്ന ഒരിടം. തൃപ്പരപ്പിലെ മനോഹരമായ ഒരു കാഴ്ചയാണ് തൃപ്പരപ്പ് വെള്ളച്ചാട്ടം. ആകാശത്തെ തൊട്ടുരുമ്മി നിൽക്കുന്ന കുന്നുകളുടെ പശ്ചാത്തലത്തിൽ ആർത്തിരമ്പിയെത്തുന്ന ഈ വെള്ളച്ചാട്ടം വിനോദസഞ്ചാരികൾക്ക് വളരെ മനോഹരമായ ഒരു കാഴ്ച തന്നെയാണ്, അല്ലെങ്കിൽ പ്രകൃതി ഭംഗി തന്നെയാണ് സമ്മാനിക്കുന്നത്. പ്രസിദ്ധമായ താമ്രഭരണി നദിയിലാണ് ഈ വെള്ളച്ചാട്ടം. കേദാർ നദി 5 അടി താഴ്ചയിലേക്ക് പതിക്കുന്നതാണ് തൃപ്പരപ്പ് വെള്ളച്ചാട്ടം എന്നാണ് പറയപ്പെടുന്നത്. അതുപോലെ തന്നെ ഈ തൃപ്പരപ്പ് വെള്ളച്ചാട്ടത്തിന് കുമാരി കുറ്റാനം എന്ന പേരിലും അറിയപ്പെടുന്നുണ്ട്. ഇവിടെ എത്തുന്ന വിനോദസഞ്ചാരികൾക്ക് തന്നെ വെള്ളത്തിൽ കുളിക്കുന്നതിനും ഒക്കെയുള്ള സൗകര്യം എല്ലാമുണ്ട്. വളരെയധികം പ്രകൃതി ഭംഗി ആസ്വദിക്കാൻ കഴിയുന്ന ഒരിടം തന്നെയാണ്. നല്ല മനോഹരമായ ഒരു പ്ലേസ് തന്നെയാണ് തൃപ്പരപ്പ് വെള്ളച്ചാട്ടം എന്ന് പറഞ്ഞാൽ കുഞ്ഞുങ്ങൾക്കായാലും മുതിർന്നവർക്കായാലും ഒക്കെ വന്ന് ഉല്ലസിക്കാൻ പറ്റുന്നതും വീഡിയോസും ഫോട്ടോസും ഒക്കെ എടുക്കാൻ കഴിയുന്ന ഒരിടം തന്നെയാണ്. ഞങ്ങൾ എത്തിയിരുന്ന തിരുവോണ ദിവസമാണ്. നല്ല തിരക്കായിരുന്നു. ഒരുപാട് ധാരാളം ആൾക്കാരുണ്ടായിരുന്നു. കുളിക്കാനും കാഴ്ച കാണാനും ഒക്കെ ധാരാളം ആൾക്കാരുണ്ടായിരുന്നു. പിന്നെ അതുപോലെ തന്നെ ഇത് തിരുവനന്തപുരത്ത് നിന്ന് ഏകദേശം ഒരു 55 കിലോമീറ്റർ അകലെയും കുലശേഖരത്ത് നിന്ന് 5 കിലോമീറ്റർ അകലെയുമാണ് ഈ തൃപ്പരപ്പ് വെള്ളച്ചാട്ടം സ്ഥിതി ചെയ്യുന്നത്. എല്ലാവരും കാണുക, സപ്പോർട്ട് ചെയ്യുക.